ഹാപ്പി ഓണം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. ഓണത്തിന് ചെറിയ രീതിയിലൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉമ്മ വാപ്പയും അനിയത്തിയും അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം സയൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് ചിപ്സും ശർക്കര വരട്ടിയും കൂടി കൊടുത്തു വിടാനുണ്ട്. അപ്പോൾ ഞാനതൊരു ബോക്സിലാക്കുന്നുണ്ട്. പിന്നെ സ്നാക്ക് ടൈമിൽ കഴിക്കാൻ ചപ്പാത്തിയാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അങ്ങനെ സയനെ സ്കൂളിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് സയാന് മുണ്ടാണ് കേട്ടോ ഒഴിപ്പിച്ച് വിട്ടത്. ഇത് സയൻ്റെ മിസ്സാണ് കേട്ടോ, ഒരാഗ്യ മിസ്. സയാന് വെനസ്ഡേ സ്കൂൾ പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെനസ്ഡേ ആയിരുന്നു സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് എടുത്ത ഫോട്ടോ ആണ്. ഞാൻ ബ്ലൂ ടീയുടെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓണത്തിൻ്റെ തലേ ദിവസം വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ വാഴല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വാഴലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സയാൻ ഈ സമയത്ത് ഉറങ്ങിപ്പോയിട്ടാണ്, അതുകൊണ്ടാണ് പിന്നെ സയാനെ കാണിക്കാത്തത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയുടെ അനിയത്തിയുടെ വീട് അരൂരാണ്. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്ക് ഞാൻ വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ വിചാരിച്ചു ഈവനിങ് ഒക്കെ നല്ല ട്രാഫിക് ആയിരിക്കും, ഓണത്തിൻ്റെ തലേ ദിവസമല്ലേ. ഞങ്ങളൊരു 4 മണിയൊക്കെ ആവാറാകുമ്പോഴാണ് പോയത് കേട്ടോ ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വഴിയുടെ അരികത്ത് പൂക്കളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഇങ്ങനെ വഴിയുടെ അരികത്ത് ഒരുപാട് പൂക്കളൊക്കെ വിൽക്കുമല്ലോ. പിന്നെ സയാൻ്റെ സ്കൂളിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ റാബിറ്റും പൂച്ചയും എല്ലാം ഉണ്ട് കേട്ടോ, കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ സയാന റാബിറ്റിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് റാബിറ്റ് ക്യാബേജും പിന്നെ ഈ ഒരു ടൈപ്പിലുള്ള ഇലയ്ക്കാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ ശരിക്കും ഇത്രയും അടുത്ത് നിന്നിട്ട് റാബിറ്റ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കഴിക്കുന്നതൊക്കെ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്. സയാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റാബിറ്റിനെ. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ കുറേ തവണ പറഞ്ഞു നോക്കിയിട്ടാ. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നമ്മൾ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് പെർമിഷനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സയാൻ്റെ റാബിറ്റിൻ്റെ കൂടെ നിൽക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ആൻറ്റിയുടെ വീട്ടിലുള്ള പൂച്ചയാണ് കേട്ടോ, പുസ്സി എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ ബേബിയാണിത്. അപ്പോൾ അതിൽ ചോട്ടു എന്നാണ് വിളിക്കണേ കേട്ടോ. പൂച്ചക്കുട്ടികളെയും സയാന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര നേരം പുറത്ത് കളിക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ കളികളൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണമായിരുന്നു. അപ്പോൾ പൂച്ചേനെയും കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് കേട്ടോ സയാൻ. പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണി കഴിച്ചു, ചായയൊക്കെ കുടിച്ച് നമ്മളിനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ സയാന് രാവിലെ പനി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ മരുന്നൊക്കെ തന്ന് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. പിന്നെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്, ഭക്ഷണമൊന്നും കഴിക്കാതെ ഗ്യാസ് കയറിയിട്ട് അങ്ങനെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത് കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വാശിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പനി കുറവുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഓണത്തിൻ്റെ അന്നാണ് കേട്ടോ. അപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ട് വാപ്പ ക്യാബേജ് കരിയുന്നുണ്ടായിരുന്നു. ഉമ്മ അവിയൽ കഷ്ണാരിയാണ്, ഹസ്ബൻഡ് തേങ്ങയൊക്കെ ചിരണ്ടി തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ റെസിപ്പീസ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ചേന ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നല്ലപോലെ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൻ്റെ അവസ്ഥ കേട്ടോ. സദ്യക്കുള്ളതെല്ലാം കൂടി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അങ്ങനെയായിരുന്നു കിച്ചൺ ഉണ്ടായിരുന്നത്. അങ്ങനെ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് സയാൻ ഒരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്പൈഡർമാൻ്റെ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അനിയത്തി സയനം കൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ടോയ് കൊടുത്തപ്പോഴത്തേക്കും ഹാപ്പി ആയിട്ടാണ്. പക്ഷേ പനിയുടെ ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സദ്യ അങ്ങനെ വിളമ്പാണ്. നമ്മൾ ഈ പ്രാവശ്യം ഭയങ്കര ഈസി ആയിട്ടുള്ള കറികളും മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കഴിക്കുന്ന ടൈപ്പ് കറികൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ കുറേ കറികൾ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ നമ്മൾ പോയപ്പോൾ വാങ്ങിച്ച ഇലയാണ് കേട്ടോ ഇത്.
പിന്നെ കുറച്ച് മട്ടരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മളുടെ സദ്യ. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ വീഡിയോസ് ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും ഞാൻ റെസിപ്പീസിൻ്റെ വീഡിയോസൊന്നും എടുത്ത് ഷെയർ ചെയ്യാഞ്ഞത്. പിന്നെ ഇൻസ്റ്റൻറ്റ് പാലട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്. താങ്ക്